ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലുള്ള നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു ലൈഫ് എങ്ങനെ പോകുന്നു, അതായത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ, ഇതാണിപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെങ്കിൽ നിങ്ങൾ ഇതെപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് എങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ, ഒരുപാട് നാളായിട്ട് പിരിഞ്ഞിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഒരു 7 ദിവസമാണ് നമ്മൾ അതിൻ്റെ ഒരു ടൈം പീരീഡ് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ വാട്സപ്പിലും അതുപോലെ തന്നെ ആ വീഡിയോയിലൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പലരും വന്നതിനോട് പറഞ്ഞിരുന്നു അന്ന് അതിൽ കിട്ടിയിരുന്നപ്പോഴുള്ള ക്ലൂസ് എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ പ്രതീക്ഷിച്ചില്ല 8 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനൊക്കെ ശേഷം കോണ്ടാക്റ്റ് കിട്ടിയ പലരും വന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ചിലവർക്കെല്ലാം ഒരു കോണ്ടാക്റ്റാണ് കിട്ടിയത്, മറ്റു ചിലർക്ക് നേരിട്ട് ആ വ്യക്തികൾ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് വന്നത്. അവരുടെ ലൈഫിൽ അവർക്ക് തെറ്റുപറ്റി, അത് ഇനി തിരുത്തി മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവർക്കിത് സ്വീകരിക്കാനായിട്ട് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നും അവരെന്നോട് പറഞ്ഞിരുന്നു, സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചിരുന്നു ചിലര്. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പൊ ചിലരൊക്കെ അതിൽ തന്നെ പറഞ്ഞിരുന്നു എന്തെങ്കിലും അവർക്കൊരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കമന്റ്സ് ഇടാം എന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടി, അത് അവർക്ക് റെസണേറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അവരുടെ ഒരു കുറേ നാളായിട്ട് കൊണ്ട് നടന്ന മനോദുഃഖം ഒന്ന് മാറി കിട്ടിയല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇനി കിട്ടാത്തവർ വിഷമിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മളുടെ എന്താ പറയുക, ആ ഒരു പ്ലാനറ്റിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഗ്രഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ സമയം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് അത് തീർച്ചയായിട്ടും ആ ഒരു ഗ്രഹങ്ങളുടെ സ്ഥാനചലനം നമ്മളുടെ ലൈഫിനെ വളരെയധികം ബാധിക്കാറുണ്ട്. ചിലത് പോസിറ്റീവാകും, ചിലത് നെഗറ്റീവായി തീരാറുണ്ട്. അപ്പോൾ നല്ല പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ നെഗറ്റീവായിട്ട് വരുന്നത് മാറിപ്പോവും. അതേപോലെ തന്നെ പോസിറ്റീവിന്റെ ഫലം നമുക്ക് കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പ്രാർത്ഥന തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇനിയും നമുക്ക് അതുപോലെ തന്നെ നോക്കാം. മറ്റൊരു വീഡിയോയിൽ ഇതേപോലെ തന്നെ നമുക്ക് 7 ദിവസത്തിനുള്ളിൽ കോണ്ടാക്ട് കിട്ടുമോ എന്നുള്ളത് നോക്കാം. അതിന് എനിക്ക് അനുയോജ്യമായിട്ട് തോന്നുന്ന ഒരു സമയം വരട്ടെ, നമുക്ക് വീണ്ടും ഒന്നുകൂടി ചെയ്തു നോക്കാം. അപ്പോൾ കിട്ടിയവരെല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇനി കിട്ടാത്തവർ നിരാശപ്പെടേണ്ട, നിങ്ങളുടെ ദിവസവും വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇപ്പോഴുള്ള ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി വരുന്നതിനായിട്ട്, അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ കാര്യമാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ ആ വ്യക്തിയുടെ തന്നെ എനർജി കിട്ടാനായിട്ട് നിങ്ങൾ അവരുടെ ഒരു ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് കിട്ടണേ എന്ന് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, okay, Ace of Wands, 3 of Wands, 7 of Wands, the Sun, Knight of Wands. ഇന്ന് മൊത്തം വാൺസ് ആണല്ലോ. Okay, 2 of Swords, Ace of Pentacles, Queen of Cups, Two of Pentacles,
ദ എംബറർ. ഇന്നലെ നമുക്ക് എംബറർ എനർജി വന്നിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഡെക്ക് കൂടി നോക്കാം. ഓക്കെ, 2 കാർഡുണ്ട്. നമുക്ക് ഫസ്റ്റ് കാർഡ് എടുക്കാം. ക്വീൻ ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, 6 of Pentacles, Ace of Pentacles, the High Priestess, and one more, the Wheel. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ ഇവരുടെ ഒരു ചില സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവർ ഇപ്പോൾ ഒരു വല്ലാത്ത ദുഃഖിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾ എടുക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി മറ്റുള്ളവരുടെ കൺട്രോളിൽ അനുസരിച്ച് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ നല്ലൊരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവരുടെ ലൈഫിൽ. ഇവർക്ക് കുറച്ചും കൂടി ഒരു പവർ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഏസ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഏസ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ, വാൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പാഷനാണ്. അപ്പോൾ അത്രയും ഫയറി ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ നിങ്ങളുടെ പേഴ്സൺ പുതിയതായിട്ട്, അതായത് അവരുടെ ലൈഫിലേക്ക് ചില പുതിയ കാര്യങ്ങൾക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടെ ഏസ് ഓഫ് വാൻഡ്സും ഏസ് ഓഫ് പെന്റിക്കിൾസും ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ചില കാര്യങ്ങളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുതിയതായിട്ട് തുടങ്ങിയ അവരുടെ ആ ഒരു വെഞ്ചർ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അവർക്ക് അതിൻ്റെ ഒരു ഫ്രൂട്ട്, ഒരു ഫലം കിട്ടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതേപോലെ തന്നെ ഇവരിവിടെ സ്പിരിച്വലി വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. അതായത് ഇതിനു മുൻപ് അത്ര ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇവരെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരിപ്പോൾ വളരെയധികം ഡിവൈൻ പവറിനെ വിശ്വസിക്കുന്നു. അവരുടെ മൈൻഡ് വളരെയധികം സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് ആക്കി കൊണ്ടുവരാനായിട്ട് ഈ ഡിവൈൻ പവറിന് കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് എന്ത് കാര്യങ്ങൾ തുടങ്ങാനായിട്ടും അവരെ സംബന്ധിച്ച് പറ്റിയൊരു ടൈമാണിത്. ഇനിയിപ്പോൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും തുടങ്ങാനായിട്ട് അവർക്ക് പറ്റിയ ടൈമാണ്. അങ്ങനെ തുടങ്ങാനുള്ള സാധ്യതകൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല പുതിയ കാര്യങ്ങളും തുടങ്ങാൻ അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് ഏസ് ഓഫ് വാൻഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് 3 of വാൻഡ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതും ഇന്നലത്തെ ഒരു റീഡിങ്ങിൽ വന്നാണ്. അപ്പോൾ കൂടുതലായിട്ടും ആ ഒരു ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയ ആ ഒരു പേഴ്സന്റെ എനർജിയാണ് ഇതിൽ കൂടുതൽ വരാനായിട്ട് സാധ്യത. അതുകൂടാതെ തന്നെ നമുക്കിവിടെ വാൻഡ്സും അതേപോലെ പെന്റക്കിൾസും ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അതുപോലെ തന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഈ ഒരു സോഡിയക് സൈനൊക്കെ ഇതിനകത്ത് വളരെയധികം ജ്വലിച്ചു നിൽക്കുന്നു എന്ന് പറയാം. അതിൻ്റെയൊക്കെ ഒരു എനർജിയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വെയിറ്റിങ്ങിലാണ്. അവർ നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വെറുതെ പ്രതീക്ഷിക്കുക എന്നുള്ളതല്ല, തീർച്ചയായിട്ടും ഒരു ഹോപ്പ് ഉണ്ട്, പ്രതീക്ഷയുണ്ട്, ഒപ്റ്റിമിസ്റ്റിക് ആണ് ഈ പേഴ്സൺ. ഇവർ വളരെയധികം ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ, അതായത് ഈ റിലേഷൻഷിപ്പിൽ അവരൊരു പോസിറ്റീവ് ചേഞ്ച് പ്രതീക്ഷിക്കുന്നു, ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവരൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അതിന് എന്താ പറയുക, നമ്മൾ ഇന്റർനാഷണലി ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കണക്ഷൻ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ വിദേശത്തുള്ള വ്യക്തിയാണെങ്കിൽ അവിടെ തന്നെ ഒന്നും കൂടി മെച്ചപ്പെട്ടതായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ ബിസിനസ് മാൻ ആണെങ്കിലും അതെ, അവരുടെ ലൈഫിൽ ഒന്നും കൂടി ഉയർച്ച ഒക്കെ ഇവിടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് കുറച്ച് ഒരു
മറ്റൊരു ലെവലിലേക്ക് അവർക്കിവിടെ പോകാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ അവർക്ക് സഹായങ്ങൾ കിട്ടുന്നുണ്ട്, ഹെൽപ്പ് വരുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് അവർക്ക് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ആവാം, അതെല്ലാം അവർക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളിലെ വെയിറ്റിംഗ് ആയിട്ടുള്ള എനർജിയിലാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അതായത് ഇവിടെ പറയുന്നത്, നമ്മളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പേഴ്സൺ വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു ലാൻഡിൽ ഇവർ വളരെ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്, അതായത് പ്രതിരോധത്തിലാണ് നിൽക്കുന്നത്. ചുറ്റും വേറെയും കുറേ വാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇത്രയും നാൾ അവർ ആരുടെ കൺട്രോളിലായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ഭരിക്കാൻ ചെന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീഡം ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എങ്കിൽ അത് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു വ്യക്തി ഡിഫെൻസീവാണ്. അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് ആരെയും ഇതാക്കേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം, ഇനി എന്നെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അതുപോലെ തന്നെ അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും അവരെ കൺട്രോൾ ചെയ്യാൻ ചെല്ലുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും വഴക്കുണ്ടാവുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കലഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവരുമായിട്ട് സ്വരച്ചേർച്ചയില്ലായ്മ, അതുപോലെ തന്നെ ഇത്രയും നാളും ചിലപ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് ഇവർ പൊത്തി മിണ്ടാതിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സഹിച്ചിരുന്നിട്ടുണ്ടാവാം. ഇപ്പം അങ്ങനെയല്ല, ഇവർ തിരിച്ചു പറയുന്നുണ്ട്, ഇവർ പ്രതികരിക്കുന്നുണ്ട്, ഇവരുടെ ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ ശരിയായിട്ട് യഥാർത്ഥത്തിലേക്ക് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഏസ് ഓഫ് വാൻസ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇവർ കുറച്ചും കൂടി സ്പിരിച്വലി അടുത്തു, ഡിവൈനുമായിട്ട് കുറച്ചും കൂടി അവർ പ്രാർത്ഥനയിലേക്ക് വളരെ കാര്യമായിട്ട് മുഴുകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു നഷ്ടപ്പെട്ടു പോയ സ്ട്രെങ്ത് തിരിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ നമുക്കിവിടെ സണ്ണാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം തന്നെ അറിയാലോ, സൺ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബ്രൈറ്റ്നസ്. എത്ര ഇരുളടഞ്ഞ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെയും ലൈഫിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരാൻ എല്ലാ രീതിയിലും നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റില്ല. സൺലൈറ്റ് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ ഒരു പ്രകാശം ഇവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു എന്താ പറയാ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു കറേജ് ഒക്കെ അവർക്ക് വന്നത് പോലും ഈ ഒരു പ്രകാശം കൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് ഇപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയും അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞുമാണ്, നേക്കഡ് ആയിട്ടുള്ള ഒരു കുട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ആ ഒരു നേക്കഡ് ബേബി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ഒരു പുതിയ ഫേസ്, ന്യൂ ബോൺ ബേബിനെ പോലെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളത്തെ പോലെയല്ല, അവരൊരു പുതിയ ഫേസ്, അവരുടെ ലൈഫിലെ തന്നെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് അവർ മാറുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അവരൊരു പുതിയ ചേഞ്ച് എല്ലാ കാര്യങ്ങൾക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ഓൾറെഡി നോക്കുന്നത് നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അവർ ഇപ്പോൾ നിങ്ങളെ വിട്ടതിന് ശേഷം എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് ഇനി മാറണം, അവർക്ക് വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ഫേസ് തുടങ്ങണം, അല്ലെങ്കിൽ തുടങ്ങേണ്ട സമയമാണ് അവർക്ക്. ഇനി അവർ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും തുടങ്ങണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നതെന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ വളരെയധികം ഫയറി ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, നിങ്ങളെ ഇവർക്ക് മിസ് ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും ഇവർ വളരെയധികം റെസ്റ്റ്ലെസ് ആവുന്നു, ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടിയെത്തണം എന്നുള്ളൊരു എനർജിയാണ്. എത്രയും വേഗം നിങ്ങളെ മീറ്റ് ചെയ്ത് വരണം എന്ന് വിചാരിക്കുന്ന വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ അവർ വളരെ അധികം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും ഇതിനകത്ത് എനിക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ളൊരു ഇതും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഫിസിക്കലി ആയാലും മെന്റലി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങളെ അവർ നിങ്ങളുടെ ഒരു ഇത് എന്താ പറയുക, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർ വളരെയധികം പാഷനേറ്റ് ആക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതേപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് 2 ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ അതുപോലെ നമുക്കിവിടെ ഒരു 2 ഓഫ് പെൻഡക്കിൾസിന്റെയും ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ ഈ വ്യക്തി മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് കളയുന്നു. ഇപ്പോൾ അവർ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെ വിട്ടു പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികളെ ഇവർ ഇഗ്നോർ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇവർ മനഃപൂർവ്വം അവരെ ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ അവിടെ നിന്ന് പതിയെ ഉൾവലിയാൻ, അല്ലെങ്കിൽ അവരിൽ നിന്ന് അവർക്ക് വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കാതെ അവിടെ നിന്ന് പോരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ആ ഒരു വഴി
അവർക്ക് ശരിയല്ല എന്ന് തോന്നുന്നു എന്നുള്ളത് വേണം നമുക്കിവിടെ ഈ ഒരു ടു ഓഫ് സോഴ്സിന്റെ എനർജിയിൽ പറയാനായിട്ട് സാധിക്കാം. അതുപോലെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അവരുടെ കരിയറിലോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും ആവാം, അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു 2 ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ട്. അപ്പം ഏത് കാര്യത്തിലേക്ക് പോകണം എന്നുള്ളത് കാര്യമായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഏത് സ്വീകരിക്കണം എന്നുള്ളത് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മീനിങ് നമുക്കിവിടെ പറയാൻ പറ്റും. അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ പുതിയൊരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇൻകം അവരിലേക്ക് വന്ന് തുടങ്ങുന്നു. അതായത് അവരെന്തിനാണോ അവർ ഒരു ഇൻവെസ്റ്റ് ചെയ്തത്, അതെന്തിലും ആവാം, അവരുടെ കരിയറിലാവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ കൊടുക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പം അവർക്ക് അത് റിട്ടേൺ ആയിട്ട് കിട്ടുന്നു, അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ആ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അവർക്ക് വരുന്നു, പല കാര്യങ്ങളിലും അവർക്ക് പുതിയ സ്റ്റാർട്ട് വരുന്നു, ഓപ്പർച്യൂണിറ്റി വരുന്നു. മെയിനായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരിൽ പതിയെ വരാനായിട്ട് തുടങ്ങുന്നു. സ്റ്റാർട്ടിംഗ് ആണ് അതിന്റെ, അപ്പോൾ ബിഗിനിങ് ആണ്, അപ്പോൾ അത് അവരിലേക്ക് വരാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ ചെയ്ത ആ ഒരു വ്യക്തിയുടെ കുറച്ച് അധികം മാനറിസംസ് അല്ലെങ്കിൽ അതിൽ വന്ന കാർഡ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഷഫിൾ ചെയ്തെടുത്ത കാർഡ്സാണ്, നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് ഞാൻ ഷഫിൾ ചെയ്യുന്നത്. എന്നിട്ടും ആ ഒരു എനർജി കയറി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ്, അത് ഏറ്റവും കൂടുതലായിട്ട് വൈബായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് കയറി വരിക. ഇന്നലെ കണ്ട നമ്മൾ ആ എടുത്ത ഒരു പേഴ്സന്റെ എനർജി ഇന്ന് ഇതിലും വളരെ കാര്യമായിട്ട് കയറി വന്നിട്ടുണ്ട് കാർഡ്സിൽ. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ എനർജിയുടെ ഒരു പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഇവിടെ പിന്നെ അതേപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും, അവര് വളരെയധികം ആ ഒരു നിരാശയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ്, നിങ്ങളെ മിസ് ചെയ്യുമ്പോഴാണ്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ഇപ്പോൾ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഇത് നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല അവർ. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ പഴയ ഒരു മെമ്മറീസ് ഓർക്കുന്നുണ്ട്. അതേപോലെ നഷ്ടപ്പെട്ട ഇപ്പൊ നമുക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ അറിയാം, ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ക്വീൻ ഇരിക്കുന്ന ഈ ഒരു കസേരയുടെ അടിയിൽ ഒരു കുട്ടി ഒളിച്ചിരിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതായത് അത്ര പോലും പല കാര്യങ്ങളും ആ ഒരു ക്വീൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്, ഒരു കാര്യത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇവരുടെ ഫോക്കസ് എന്ന് പറയുമ്പോൾ അതായത് നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് വേദനിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ക്യൂവിന് ഇരിക്കുന്നതെന്ന് പറയുന്നത് പകുതി ഒരു വെള്ളത്തിലും കൂടിയാണ്, വാട്ടറി അറ്റ്മോസ്ഫിയറിലും കൂടിയാണ് ഇരിക്കുന്നത്. അപ്പൊ അവരത്രയധികം അത് എന്താ പറയാ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതേപോലെ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു നിങ്ങളുടെ ഒരു സാമീപ്യം ഇല്ലാത്തതിൽ അവരത് വളരെയധികം വിഷമിക്കുന്നുണ്ട്. ആ ഒരു ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കാർഡ് വെച്ചിട്ട് പറയാൻ സാധിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഒരു 2 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഇവർ ഏത് കാര്യത്തിലാണെങ്കിലും അവരത് ബാലൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മേ ബി ഹെവി ഡ്യൂട്ടീസ് ഒക്കെ അവർക്കുണ്ട്, അല്ലെങ്കിൽ വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാവും, കാരണം ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന എംപററാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെ വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവരെ വളരെയധികം സഫോക്കേറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇവരതുകൊണ്ട് തന്നെ ഇവരത് ബാലൻസ് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്, കാര്യങ്ങളെല്ലാം തകിടം മറിയാതെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഇവര് ആശ്രാന്ത പരിശ്രമമാണ് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ സാധിക്കും. ബാലൻസിങ് ആയിട്ട് അവർ അത്രയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഏത് ഫീൽഡിലാണെങ്കിൽ പോലും. അതേപോലെ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എംപററുടെ എനർജിയാണ്. അപ്പൊ എംപററുടെ എനർജി എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, അത്രയധികം ഇമോഷൻസ് ഉണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അതുപോലെ വെയിറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു എംപറർ എനർജി എന്ന് പറയുമ്പോൾ ഇവർ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബേസ്മെന്റോട് കൂടി വരണം, അല്ലാതെ വെറും ഒരു നമ്മൾ എന്താ പറയുക പേജൊക്കെ വരുന്നത് പോലെയുള്ള ഒരു വരവല്ല. ഒരു യഥാർത്ഥ കമ്മിറ്റ്മെന്റ് തന്നിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട്, നല്ല ഒരു അടിത്തറയോടുകൂടി പഴയതിലും പൂർവാധികം ശക്തിയായിട്ട് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവരിയ്ക്കുന്നത്. അതേപോലെ തന്നെ ഇവർ വളരെയധികം ട്രഡീഷണൽ ആയിട്ടുള്ള വ്യക്തികളാവാം. അതേപോലെ തന്നെ ഈ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് അധികം എന്താ പറയുക കുറച്ചൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തിയാവാം, സ്ത്രീ ആയാലും പുരുഷനായാലും. അത് പിന്നെ ഓൾറെഡി നമുക്ക് ഇവിടെ അങ്ങനെ വരുമ്പോൾ തന്നെ അറിയാമല്ലോ, ഫാമിലി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളും ആയിരിക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണമെന്ന് ഈ പേഴ്സൺ വളരെയധികം ഉറച്ചൊരു മനസ്സോടുകൂടി ഇരിക്കുന്നു. കാരണം ഇപ്പൊ അവർക്ക് എല്ലാവരെയും നേരിടാനുള്ള ഒരു പവർ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അവർ കിട്ടിയത് കംപ്ലീറ്റ്ലി അതിലേക്ക് വന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അതിന്റെ ഒരു ബിഗിനിങ് ആണ്. ആ ഒരു ഫയർ ഒരറ്റത്തുനിന്ന് കത്തിച്ചു വിടുന്നത് പോലെ തുടങ്ങിയിട്ടുണ്ട്.
അപ്പൊ ആ ഒരു സണ്ണിന്റെ ഒരു പ്രകാശം കൂടി ഇവരുടെ ലൈഫിലേക്ക് വന്നപ്പോൾ ഇവർക്ക് നല്ല മാറ്റമുണ്ട്. അപ്പൊ അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് പതിയെ പതിയെ നെഗറ്റീവ് എനർജീസ് ഒഴിഞ്ഞു പോയിട്ട് ആ ഒരു ഇവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഡിവൈൻ പവർ പതിയെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രകാശത്തിൽ ഇവർക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മൈൻഡിലാണ് ഇവർ നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഡെക്കിലെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ക്വീൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഫിനാൻഷ്യലി ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അല്ല മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അവർ ഫിനാൻഷ്യലി ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഉറച്ചൊരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ ഉറച്ച ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരു ചീറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇവരൊരു ഉറച്ച തീരുമാനം എടുത്തേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റേഴ്സിൽ അവർ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതും അതേപോലെ ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരുടെ ഒരു സിമ്പതി, അതുപോലെ തന്നെ ഒരു ലോയൽറ്റി ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് മറ്റുള്ളവരുടെ ഒരു സഹതാപം അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഓർത്ത് ചിന്തിക്കാനുള്ള അവരുടെയും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ് അവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതിനവർക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാനുള്ള ഒരു കണ്ണവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 8 ഓഫ് വാൺസ് ആണ്. അപ്പം നമ്മളുടെ ഈ ഒരു നമുക്കറിയാം, നമ്മൾ ഡെക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും മനുഷ്യന്റെ ഒരു സാന്നിധ്യവും ഇല്ലാത്തൊരു കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് വാൺസ് ആണ്. പേസ് ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് വാൺസിലൊക്കെ ഒരു ഹാൻഡ് എങ്കിലും ഉണ്ട്. ഇതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഈ വാൺസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് വളരെയധികം സ്പീഡി ആയിട്ടുള്ള ആക്ഷൻ ഇവർ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് അവർക്ക് എത്രയും വേഗം അവരുടെ ലൈഫിൽ കേൾക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ അവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇവര് നിങ്ങളുടെ ഒരു കാര്യത്തിന് ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇവിടെ എംപറർ കാർഡിലാണ് നമുക്ക് ഈ ഒരു റോ തീർന്നത്. അതുപോലെ തന്നെ ഇവിടെയും വന്നിരിക്കുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ, ഇവരെ എടുക്കും എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കാര്യത്തിലേക്ക് അവർ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ഈ അടുത്തായിട്ട് എത്രയും വേഗം തന്നെ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഷുവറായിട്ടും കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 6 ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് ഇവരുടെ എന്താണ് ഒരു ഫിനാൻഷ്യലൊക്കെ ഇച്ചിരി പുറകോട്ട് പോയിരുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ഇച്ചിരി ഡള്ളായിട്ടിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. വരുമാനത്തിൽ വർധന ഉണ്ടാവുന്നുണ്ട്. കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മറ്റത് വരവും ചെലവും ഒന്നും തുല്യമല്ല, വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയല്ല, അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. കാര്യങ്ങൾ ഏത് കാര്യത്തിലാണെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്ത് അത് അവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ചാരിറ്റി പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ, ഞാൻ ഓൾറെഡി ഇവിടെ ഇത് വന്നപ്പോൾ പറഞ്ഞിരുന്നു, അവർക്കൊരു എമ്പത്തിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക, അതൊക്കെ അവർ ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ടാവാം. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ഏസ് ഓഫ് പെന്റക്കിൾസ് നമുക്ക് ഓൾറെഡി ഇവിടെ വന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം എന്താണെങ്കിലും ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻകം, ആ ഒരു ഫ്രൂട്ട്ഫുൾനെസ് അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിലും ഒരു പുതിയ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ അത് വന്നതുകൊണ്ട് ഓൾറെഡി കൂടുതൽ പറയുന്നില്ല. അടുത്തത് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഹൈ പ്രീസ്റ്റസ് കാർഡാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് ഇപ്പോൾ ഇൻറ്റ്യൂട്ടീവ് പവർ നന്നായിട്ടുണ്ട്. അതായത് കാര്യങ്ങൾ ഏകദേശം അവർക്ക് തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ വരും എന്ന് മനസ്സിലാക്കാനുള്ളൊരു പക്വത അവരുടെ മൈൻഡിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓൾറെഡി ഇവർക്കിപ്പോൾ ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഡിവൈൻ പവർ ഒക്കെ കൂടുതലായത് കൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ചില കാര്യങ്ങൾ റിവീൽ ആക്കേണ്ടി വരും എന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷെ അതിനൊക്കെ അവരിപ്പോൾ റെഡിയാണ്. ഇപ്പോൾ അവർക്ക് അതിനൊന്നൊരു മടിയില്ല. ഇപ്പം എന്തെങ്കിലും നിങ്ങളോട് മറച്ചു വെച്ച സത്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് പറയാനായിട്ട് അവർക്കിപ്പോൾ ഒരു മടിയില്ല. അതൊക്കെ ഓപ്പണായിട്ട് തന്നെ പറയണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അത്രയധികം ഒരു ഇൻറ്റ്യൂഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇവിടെ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ദ വീൽ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലക്ക് അവർക്ക് വരുന്നുണ്ട്. ആ ഒരു ലക്ക് എന്ന് പറയുന്നത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളിലേക്ക് അവർ തിരിച്ച് തീർച്ചയായിട്ടും വരും. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നുള്ള ഒരു ലക്ക് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ വരുന്നുണ്ട്. അവർ ഇത്രയും നാളും ഈ ഒരു വീലിന്റെ താഴെയാണ്, ഇവർ അത്രയും വിഷമം അനുഭവിച്ചിരുന്നു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ഇപ്പൊ മുകളിലേക്ക് വരുന്നുണ്ട്.
നിങ്ങളും ഒരുമിച്ച് അവർക്കൊരു നല്ല ലൈഫ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതായത് ഈ വ്യക്തി ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ ഈ ഒരു റീഡിംഗ് മുഴുവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് പോസിറ്റീവ് ഔട്ട്കം ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇവർ വളരെ തളർന്നൊടിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ ഇവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഇവർക്ക് എല്ലാ രീതിയിലും ഒരു സക്സസ് വരുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അടുത്തെത്തണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടായിരുന്ന ആ എല്ലാ തടസ്സങ്ങളും മാറി ഒരു പോസിറ്റിവിറ്റി അവരിലേക്ക് വരുന്നുണ്ട്, കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ പറയാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഒരു ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണോ ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ജാനുവരി മന്ത്, ട്രിവാൻഡ്രം, N, letter A, letter D, number 11, പത്തനംതിട്ട, ആലപ്പുഴ, July month, letter Z, Cancer, M, 17, I, number 22, April month, August month, Y, Kasargod, letter V, number 28 and number 20. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ചേരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഏകദേശം. ചിലപ്പോൾ നിങ്ങളിൽ ചിലവർക്ക് കോണ്ടാക്ട് കിട്ടിയിട്ട് തന്നെ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനിലായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുപോലെ നിങ്ങളും ചിലപ്പോൾ കൺഫ്യൂഷനിലായിരിക്കും എന്ത് ചെയ്യണം വേണ്ട എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സന്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ സ്റ്റേബിൾ ആണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു പാഠം പഠിച്ചു വന്നിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവിടെ ഇവരെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ മനുഷ്യരെ നമുക്ക് ചൂഴ്ന്നു നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്കിലും ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇന്നേയുള്ള റീഡിംഗ്. അപ്പോൾ ഇവിടെ നല്ലൊരു പോസിറ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റേതാണ് ഈ ക്ലൂസ് ഒക്കെ വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ക്ലെയിം ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. ഇനി വീണ്ടും ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.